40 kVയുടെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യുന്ന ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്തതിനു ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 3 വീഡിയോ ഞാൻ ആൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ 4ാമത്തെ വീഡിയോ ആണ്. 1ാമത്തെ വീഡിയോ പാനൽ ഇറക്കി വയ്ക്കുന്നതും 2ാമത്തെ വീഡിയോ സ്റ്റാൻഡ് ചെയ്യാനുള്ള ആക്സസറീസ് മുകളിൽ കയറ്റുന്നതും 3ാമത്തെ വീഡിയോ 74 പാനൽ മുകളിൽ റോപ്പ് കെട്ടിക്കയറ്റുന്നതുമായിട്ടുള്ള ഒരു 3 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 4ാമത്തെ വീഡിയോ ആണ്. 4ാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പാനൽ ഫിറ്റ് ചെയ്യാനുള്ള സ്ട്രക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കാണിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പാനൽ ഫിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു 10 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കണക്ഷൻ താഴെ കൊണ്ടുവരുന്നത്, ഇൻവെർട്ടർ സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ കണക്ഷൻ, എർത്തിങ് മുതലായ വീഡിയോസും ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് പാനൽ സെറ്റ് ചെയ്യാനുള്ള ഡയഗ്രാം. അതായത് ആദ്യത്തെ ലൈനിൽ വരുമ്പോഴത്തേക്ക് 19 പാനൽ, 2ാമത്തെ ലൈനിൽ 19 പാനൽ, വീണ്ടും അടുത്ത ലൈനിൽ 9 പാനൽ, അത് കഴിഞ്ഞാൽ 10 പാനൽ, അത് കഴിഞ്ഞാൽ പിന്നെ 8 പാനൽ, വീണ്ടും 8 പാനൽ. ടോട്ടൽ കൂട്ടുമ്പോഴത്തേക്ക് 19, 2ാമത്തത് വരുമ്പോഴത്തേക്ക് 38, അടുത്ത പാനൽ 47, 10 57, 8 65, 8 73. മൊത്തം 73 പാനലാണ് ഈ ഒരു സ്ട്രക്ചറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ 74 പാനലാണ് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല. അത് സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ആ ഒരു വീഡിയോ ഞാനത് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു പാനൽ ചെയ്യാനുള്ള സ്ട്രക്ചർ. ഇനി സ്ട്രക്ചറിൻ്റെ പൊക്കം നോക്കുന്ന സമയത്ത് ഏകദേശം 8 അടിയോളം പൊക്കത്തിലാണ് അവർ ചെയ്തേക്കുന്നത്. ആ 8 അടി പൊക്കത്തിന് മുകളിൽ നിന്ന് ഒരു 2.5 അടി പൊക്കിയിട്ടാണ് ആ ചരിവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ സെറ്റ് ചെയ്യുന്നത് താഴേന്ന്, അതായത് ആ ഒരു ചരിവ് 2.5 അടി പൊക്കത്തിലാണ് അവർ ആ ഒരു ചരിവ് ചെയ്തിരിക്കുന്നത്. അതായത് 2 പാനൽ സെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ചരിവാണ് ഈ ഒരു 2.5 അടി പൊക്കം. ഒന്നിന് പുറകിൽ ഒന്ന് എന്ന രീതിയിൽ 2 പാനൽ വരുമ്പോൾ കിട്ടുന്ന ഏകദേശമുള്ള ചരിവാണ് 2.5 അടി പൊക്കം. സ്ട്രക്ചറിൻ്റെ വർക്ക് ഏകദേശം തീർന്ന നിലയിലാണ്. അപ്പോൾ ഇനി അടുത്ത് പാനൽ സെറ്റിങ്സ് ആണ്. ഈ ഒരു സ്ട്രക്ചറിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് പാനൽ സെറ്റ് ചെയ്യാനുള്ള കൊട്ടേഷൻ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പാനൽ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് ആക്സസറീസ് കൂടെ വന്നിട്ടുണ്ട്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അതിൽ ഒരെണ്ണം ഈ ഒരു ടൈപ്പ് ക്ലാമ്പാണ്. ആ ഒരു ക്ലാമ്പിൻ്റെ ഒരു ഭാഗം ഷീറ്റിൽ പിടിപ്പിക്കാനും ഒരു ഭാഗം പാനലിൽ പിടിപ്പിക്കാനും വേണ്ടിയാണെന്ന് തോന്നുന്നു. ഈ ഒരു 3 ബോക്സ് വന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. അത് ആ ഒരു ബോക്സ് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം അത് എന്താണ് എന്നുള്ളത്. പിന്നെ ഈ ഒരു ടൈപ്പ് ക്ലാമ്പ് കുറച്ച് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുന്നേ നമ്മൾ കണ്ട ആ ഒരു ക്ലാമ്പിൻ്റെ മേളിൽ സെറ്റ് ചെയ്തതിന് ശേഷം പാനൽ സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പാണെന്ന് തോന്നുന്നു. ഇത്രയൊക്കെയാണ് ആ ഒരു പാനൽ സെറ്റ് ചെയ്യാനുള്ള ആക്സസറീസ് ആയിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ നമുക്കിനി പാനൽ സെറ്റ് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷനും കാര്യങ്ങളുമൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സ്ട്രക്ചറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ നന്ദി.